പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ ഡെവലപ്മെൻറ്റ്സ് ആണ്. അതിൽ ആദ്യത്തേത് അടുത്ത ആഴ്ചത്തെ റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ള സെഗ്മെൻറ്റിനെ സംബന്ധിച്ചും മത്സരങ്ങളെ സംബന്ധിച്ചുമാണ്. ഒബാഫെമിയുടെ ഒരു ഓപ്പൺ ചലഞ്ച് അടുത്ത റോ എപ്പിസോഡിൽ നടക്കുമെന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മത്സരം ഒബാഫെമിയുടേതായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഒരു സെഗ്മെൻ്റ് ആണ്. അതായത് ഇപ്പോൾ NXT കോളപ്പായിട്ട് മെയിൻ റോസ്റ്ററിലേക്ക് റോയിലേക്ക് വന്നിട്ടുള്ള സോൾ റൂക്കിയുടെ കോൺട്രാക്റ്റ് സൈനിങ് സെഗ്മെൻ്റ് ആണ് അടുത്ത റോയിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ളത്. മറ്റ് ഡീറ്റെയിൽസ് ഒന്നും ഇന്നത്തെ റോ എപ്പിസോഡിന് ഇടയിലൂടെ പുറത്തേക്ക് വന്നിട്ടില്ല. എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ അടുത്ത ആഴ്ചത്തെ റോ എപ്പിസോഡിനെ സംബന്ധിച്ച് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. രണ്ടാമത്തെ അപ്ഡേറ്റ് WWE അടുത്ത പ്രീമിയം ലൈവ് ഇവൻ്റായ ബാക്ക്ലാഷ് 2026 3 പുതിയ മത്സരങ്ങൾ ഇന്നത്തെ റോ എപ്പിസോഡിന് ഇടയിലൂടെ കൺഫേം ചെയ്യുകയുണ്ടായി. അതിൽ ആദ്യത്തേത് നമുക്ക് എടുത്തു പറയാനുള്ളത് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തെ സംബന്ധിച്ചാണ്. നിലവിലെ ചാമ്പ്യനായ റോമൻ റെയിൻസ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ടൈറ്റിൽ ഡിഫൻസ് അദ്ദേഹത്തിൻ്റെ കസിൻ കൂടിയായ ജേക്കബ് ഫാറ്റു എന്ന് പറയുന്ന റെസ്ലറിനെതിരെയാണ് നടത്താൻ പോകുന്നത് എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. രണ്ടാമത്തേത് സെത്ത് റോളിൻസ് വേഴ്സസ് ബ്രോൺ ബ്രേക്കർ തമ്മിലുള്ള മത്സരമാണ്. യഥാർത്ഥത്തിൽ ഈ റെസ്ൽമേനിയയിലേക്ക് വെച്ച് നടക്കേണ്ട ഒരു മത്സരമായിരുന്നു. പക്ഷേ അവർക്ക് ചില പ്രശ്നങ്ങൾ കാരണം റെസ്ൽമേനിയയിൽ നടത്താൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ റെസ്ൽമേനിയ കഴിഞ്ഞു വരുന്ന ഈ ഒരു ഇവൻറ്റിൽ തന്നെ അവർ ആ മത്സരം നടത്താൻ സ്വീകരിച്ച നടപടി അത് നല്ലൊരു തീരുമാനമാണെന്നാണ് എൻ്റെ അഭിപ്രായം. ബാക്ക്ലാഷ് പ്രീമിയം ലൈവ് ഇവൻറ്റിന് കുറച്ച് പ്രസക്തിയും ഈ ഒരു മാച്ച് നൽകുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കൂടാതെ ഇന്നത്തെ റോ എപ്പിസോഡിലെ തുടക്കത്തിലെ ഒരു പ്രൊമോ കുറേയധികം നേരം ആ ഒരു പ്രൊമോയ്ക്ക് ലഭിച്ചു എന്നുള്ളതുകൊണ്ട് തന്നെ കിടിലമായി കട്ട് ചെയ്യാൻ 2 റെസ്ലേഴ്സിനും സാധിച്ചിട്ടുണ്ട്. ആർക്കും ആധിപത്യം കൊടുക്കാത്ത രീതിയിലുള്ള ഒരു പ്രൊമോ ആണെങ്കിൽ പോലും ഒരു ഫൈറ്റൊന്നും നമുക്കവിടെ കാണാൻ സാധിച്ചില്ലെങ്കിൽ പോലും നല്ല കിടിലമായിട്ടുള്ള ഒരു പ്രൊമോ കാണാൻ സാധിച്ചു. മൂന്നാമതായിട്ട് കൺഫേം ചെയ്തിട്ടുള്ള മത്സരം ഇയോ സ്കൈ വേഴ്സസ് ആസ്ക തമ്മിലുള്ള മത്സരമായിരുന്നു. ഇന്നത്തെ ഇയോ സ്കൈയുടെ മത്സരത്തിൽ ആസ്കയുടെ ഇടപെടലും അതിനുശേഷമുള്ള ആക്രമണമാണ് ഈ ഒരു ഇയോ സ്കൈ വേഴ്സസ് ആസ്ക തമ്മിലുള്ള മത്സരം ബാക്ക്ലാഷിലേക്ക് എത്തിക്കാനുള്ള ഇന്നത്തെ റോ എപ്പിസോഡിലെ ഒരു സ്റ്റോറി ഡെവലപ്മെൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിച്ചത്. മൂന്നാമത്തെ അപ്ഡേറ്റ് ഇന്നത്തെ റോ എപ്പിസോഡിൽ നടന്ന ഏക ചാമ്പ്യൻഷിപ്പ് മത്സരത്തെ സംബന്ധിച്ചാണ്. നിലവിലെ വുമൻസ് ഇന്റർകോണ്ടിനെന്റൽ ചാമ്പ്യനായ ബെക്കി ലഞ്ച് ഓവർ കോൺഫിഡൻസോട് കൂടിയിട്ട് ഒരു ഓപ്പൺ ചലഞ്ച് വെക്കുന്നു. ആ ഓപ്പൺ ചലഞ്ചിന് മറുപടി പറഞ്ഞുകൊണ്ട് ഇയോ സ്കൈ വരുന്നു. ഇയോ സ്കൈക്കെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യില്ല എന്നുള്ളത് ബെക്കി ലഞ്ച് പറയുന്നു. ഇയോ സ്കൈയെ കളിയാക്കുന്നു. ഇയോ സ്കൈ അടിക്കുന്നു. പിന്നീട് ഇവരുടെ ഒരു ഫൈറ്റ് അവിടെ ഒരു ജനറൽ മാനേജറായ ഏദൻ പിയേഴ്സ് ഒരു മത്സരത്തിനാണ് അവിടെ വന്നിട്ട് കൺഫർമേഷൻ നൽകുന്നത്. അങ്ങനെ ആ ഒരു മത്സരം ആരംഭിക്കുന്നതിന് മുൻപേ തന്നെ ഇവരുടെ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. അങ്ങനെ ഇരുവരും റിങ്ങിലേക്ക് എത്തി ഗംഭീരമായിട്ടുള്ള ഒരു ഫൈറ്റ് ഒരു മാച്ച് നമുക്ക് അവിടെ കാണാൻ സാധിച്ചു. ഇയോ സ്കൈ വിജയിക്കുമെന്ന് തോന്നിപ്പിച്ച രീതിയിലുള്ള ഒട്ടനവധി മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ആസ്കയുടെ ഇടപെടൽ ആസ്കയുടെ ഇൻ്റർഫിയറൻസ് ഇയോ സ്കൈ പിൻഫോളിലൂടെ ബെക്കി ലഞ്ചിനെതിരെ പരാജയപ്പെടുന്നതിലേക്ക് നയിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. നാലാമത്തെ അപ്ഡേറ്റ് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പിനെ സംബന്ധിച്ചാണ്. കഴിഞ്ഞ റോ എപ്പിസോഡിൻ്റെ സ്റ്റോറി ലൈൻ ഡെവലപ്മെൻറ്റ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെൻഡ, റൂസേവ്, ഈതൻ പേജ്, ജിവോൺ എവൻസ് തുടങ്ങിയവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് മാച്ച് വരുന്നതിൻ്റെ സ്റ്റോറിയാണ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു കണ്ടൻറ്റേഴ്സിനെ അവർ കാണിച്ചു തന്നിട്ടുണ്ട് എന്നുള്ളത് അതിന് ഒരു തെളിവ് കൂടിയായിരുന്നു ഇന്നത്തെ റോ എപ്പിസോഡിൽ നടന്ന ഒരു റൂസേവ് വേഴ്സസ് പെൻഡ തമ്മിലുള്ള മത്സരം ഈതൻ പേജ്, ജിവോൺ എവൻസ് തുടങ്ങിയവരുടെയൊക്കെ ഒരു ഫൈറ്റിലൂടെയായിട്ട് മത്സരം അവസാനിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതായത് പിൻഫോളിലൂടെ പെൻഡ റൂസേവിനെ പരാജയപ്പെടുത്തിയതിനു ശേഷം പെൻഡയെ റൂസേവ് ആക്രമിക്കുന്നു. ഈതൻ പേജിൻ്റെ ഒരു സഹായം കൂടി ലഭിക്കുന്നുണ്ട്. അവിടെ ജിവോൺ എവൻസ് വന്നിട്ട് പെൻഡയെ രക്ഷപ്പെടുത്തുന്നു. എന്തായാലും മെയ് മാസത്തിൽ 3 സ്പെഷ്യൽ ഇവൻറ്റ്സ് ആണ് നടക്കുന്നത്. അതിൽ ഒന്ന് ബാക്ക്ലാഷ് പ്രീമിയം ലൈവ് ഇവൻ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻറ്റ് നടക്കുന്നുണ്ട്. കൂടാതെ മെയ് അവസാനം ക്ലാഷ് ഇൻ ഇറ്റലി എന്ന് പറയുന്ന മറ്റൊരു പ്രീമിയം ലൈവ് ഇവൻറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നിൽ വെച്ചിട്ടൊരു ഫേറ്റൽ 4-വേ മാച്ച് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പിന് വേണ്ടി നടത്തും. അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബിൽഡപ്പ് ആണ്. കൃത്യമായിട്ടുള്ളൊരു സ്റ്റോറി ലൈൻ ഡെവലപ്മെൻ്റ് ആണ് റോ എപ്പിസോഡിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അഞ്ചാമത്തെ അപ്ഡേറ്റ് ജഡ്ജ്മെന്റ് ഡേ എന്ന് പറയുന്ന ടീമിനെ സംബന്ധിച്ചാണ്. ഇതിൻ്റെ കൂടെ മുൻ വുമൻസ് വേൾഡ് ചാമ്പ്യനും കൂടിയായ സ്റ്റെഫനി വെക്കേറിന് ഇഞ്ചുറി പറ്റിയിട്ടുണ്ട് എന്നുള്ളൊരു അപ്ഡേറ്റും കൂടി പങ്കുവെക്കുന്നു. സ്റ്റോറി ലൈൻ പ്രകാരമുള്ള ഇഞ്ചുറിയാണ്. ഒരു ബാക്ക് സ്റ്റേജ് അറ്റാക്കിൽ സ്റ്റെഫനി വെക്കേറിന് ജഡ്ജ്മെന്റ് ഡേ ടീം ആക്രമിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ രീതിയിൽ ഒരു ഇഞ്ചുറി പറ്റിയെന്നും കുറച്ച് നാളുകൾ മാറി നിൽക്കേണ്ടി വരുമെന്നുള്ളതും മൈക്കിൾ കോള് അദ്ദേഹത്തിൻ്റെ കമൻറ്റേറ്ററിലൂടെ ഇന്ന് റോയിൽ അദ്ദേഹം അപ്ഡേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കേൾക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ജഡ്ജ്മെന്റ് ഡേയുടെ ഉള്ളിൽ നിന്ന് റോക്സിനി പെരസിനെ പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഫിൻ ബാലറിൻ്റെ തന്ത്രങ്ങളും നമുക്ക് കാണാൻ സാധിച്ചു. പക്ഷേ റോക്സിനി പെരസ്, റഗൽ റോഡ്രിഗസ് തുടങ്ങിയവരുടെ ടീം, ലൈറ വൽക്കീരിയ, ബെയ്ലി തുടങ്ങിയവരുടെ ടീമിനെ ലിക് മോർഗൻ്റെ സഹായത്തോടു കൂടി പരാജയപ്പെടുത്തുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ റോക്സിനി പെരസ്, ലിക് മോർഗൻ തുടങ്ങിയവർക്കിടയിൽ ഒരു പ്രശ്നം വരുന്നതിൻ്റെ ഒരു സാധ്യത തുറന്നിട്ടുണ്ടെങ്കിൽ പോലും ഒറ്റയടിക്ക് അവർ ഒരു പ്രശ്നം വരുന്നതായിട്ട് കാണിക്കുന്നില്ല. കൂടാതെ ഫിൻ ബാലറിനെ റോക്സിനി
പെരസിന് വിശ്വസിക്കാൻ സാധിക്കുമോ എന്നുള്ള രീതിയിൽ കൂടി ഈ ഒരു സ്റ്റോറി ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ശ്രമങ്ങളും നടത്തുന്നുണ്ട്. എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റ്സ് ജഡ്ജുവിൻ്റെ സ്റ്റോറി ലൈനിൻ്റെ ഭാഗമായിട്ട് ഇനി അങ്ങോട്ടുള്ള ഭാവിയിലെ റോ എപ്പിസോഡ്സിൽ പ്രതീക്ഷിക്കാം. അത് റോ എപ്പിസോഡ് കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് വർദ്ധിപ്പിക്കുന്നതിൻ്റെ വലിയ പോയിന്റ് തന്നെ ആയിരിക്കണം. ഇന്നത്തെ റോ എപ്പിസോഡിൽ ഒബാഫെമി വേഴ്സസ് ഗ്രേസൺ വോളർ തമ്മിലുള്ള മത്സരം കാണാൻ സാധിച്ചു. ഒരു സ്ക്വാഷ് മാച്ച് തന്നെയായിരുന്നു. ഗ്രേസൺ വോളറിനെ പിൻഫോളിലൂടെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഒബാഫെമി ഒരു വെറൈറ്റി മാച്ചിന് അടുത്ത ആഴ്ചത്തെ റോ എപ്പിസോഡ് മുതൽ തുടക്കം കുറിച്ചിട്ടുണ്ട്. അതായത് ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളുടെ ഒരു ഓപ്പൺ ചലഞ്ചൊക്കെയാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. എന്നാൽ ദ റൂളർ, ദ മൗണ്ടൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഒബാഫെമിയെ പരാജയപ്പെടുത്താൻ ആർക്ക് വേണമെങ്കിലും കയറി വരാം. അടുത്ത ആഴ്ചത്തെ റോ എപ്പിസോഡ് മുതൽ താനൊരു ഓപ്പൺ ചലഞ്ച് മുന്നോട്ടേക്ക് ഇടുകയാണ് എന്നുള്ളതും ഒബാഫെമി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു സ്റ്റോറി, കൃത്യമായിട്ടുള്ളൊരു എതിരാളി വരുന്നത് വരെ ഒബാഫെമി ഇത്തരത്തിലുള്ള ഒരു ഓപ്പൺ ചലഞ്ച് ചെയ്ത് അദ്ദേഹത്തിൻ്റെ സ്ട്രെങ്ത്ത് വർദ്ധിപ്പിച്ച് സമ്മർ സ്ലാം ഒക്കെ ആകുമ്പോൾ അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ളൊരു സ്റ്റോറി കിട്ടും. അത് നല്ലൊരു തീരുമാനമാണ്. വെറുതെ കുറച്ച് മിഡ് കാർഡ് ലെവലുള്ള റെസ്ലേഴ്സിനെതിരെ സ്റ്റോറി ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇത്തരത്തിലുള്ള ഓപ്പൺ ചലഞ്ച് ഓരോ ആഴ്ച കൂടുന്തോറും ഒബാഫെമി നടത്തിയിട്ട് ആ സമ്മർ സ്ലാം സമയമാകുമ്പോൾ കൃത്യമായിട്ടൊരു ചാമ്പ്യൻഷിപ്പ് സ്റ്റോറിയോ അല്ലെങ്കിൽ ഒരു മെയിൻ ഇവൻ്റ് തലത്തിൽ നിൽക്കുന്ന മറ്റൊരു റെസ്ലറിനെതിരെയുള്ള സ്റ്റോറിയോ ഒബാഫെമിക്ക് കൊടുത്താൽ ഇപ്പോൾ സൃഷ്ടിച്ചിട്ടുള്ള മൊമെൻറ്റം അതേപോലെ കീപ്പ് ചെയ്ത് പോകാൻ സാധിക്കും. നല്ലൊരു തീരുമാനമാണെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം. നിങ്ങളുടെ പ്രതികരണം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. റോ എപ്പിസോഡിൽ നടന്ന മറ്റൊരു മത്സരം ഹോൾ ഓഫ് ഫെയിമറായ റെയ് മിസ്റ്റീരിയോ എൽ ഗ്രാൻഡെ അമേരിക്കാനയെ പരാജയപ്പെടുത്തിയ മത്സരമായിരുന്നു. ബ്രാവോ റായ തുടങ്ങിയവരുടെ ഇടപെടൽ ഈ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചു. കൂടാതെ ഈ മത്സരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ മത്സരത്തിന് മുൻപ് റെയ് മിസ്റ്റീരിയോയും എൽ ഗ്രാൻഡെ അമേരിക്കാനയും ഒറിജിനൽ എൽ ഗ്രാൻഡെ അമേരിക്കാനയും ഒക്കെ ഒരു ബാക്ക് സ്റ്റേജ് മീറ്റിംഗ് നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. ബാക്ക് സ്റ്റേജിൽ ഇവർ കണ്ടുമുട്ടിയപ്പോൾ ഒറിജിനൽ എൽ ഗ്രാൻഡെ അമേരിക്കാനോ റെയ് മിസ്റ്റീരിയോയോട് ചോദിക്കുന്നുണ്ട്, ഈ മാസ്ക് വേഴ്സസ് മാസ്ക് തമ്മിൽ ട്രിപ്പിൾ എൽ ഈ ഒറിജിനൽ എൽ ഗ്രാൻഡെ അമേരിക്കാനയും എൽ ഗ്രാൻഡെ അമേരിക്കാനയും തമ്മിൽ നടത്താൻ പോകുന്ന മത്സരത്തിൽ ഒറിജിനൽ എൽ ഗ്രാൻഡെ അമേരിക്കാനയുടെ ഭാഗത്ത് റെയ് മിസ്റ്റീരിയോയിൽ നിന്ന് സപ്പോർട്ട് ചെയ്യണമെന്നുള്ളത്. ആ മാസ്ക് വേഴ്സസ് മാസ്ക് മാച്ചിൽ റെയ് മിസ്റ്റീരിയോ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തനിക്ക് വിജയിച്ച് കയറാൻ സാധിക്കുമെന്നും ഒറിജിനൽ എൽ ഗ്രാൻഡെ അമേരിക്കാനോ പറയുന്നുണ്ട്. പക്ഷേ അത് താൻ ഒരിക്കലും ചെയ്യില്ല. അത് ലൂച്ചാഡോറിൻ്റെ ഒരു ചരിത്രത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു സപ്പോർട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല, അതൊരിക്കലും കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. പിന്നീട് അങ്ങോട്ടേക്ക് എൽ ഗ്രാൻഡെ അമേരിക്കാനോ കയറി വരികയും റെയ് മിസ്റ്റീരിയോയ്ക്കെതിരെ ഒരു മാച്ച് നടക്കുന്നതുമൊക്കെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ആ മത്സരത്തിൽ ഒറിജിനൽ എൽ ഗ്രാൻഡെ അമേരിക്കാനയുടെ ഇടപെടൽ തന്നെയാണ് റെയ് മിസ്റ്റീരിയോ എൽ ഗ്രാൻഡെ അമേരിക്കാനയെ പരാജയപ്പെടുത്താനുള്ള ഒരു കാരണം. എന്തായാലും ഹോൾ ഓഫ് ഫെയിമറായ റെയ് മിസ്റ്റീരിയോ തിരികെ റോയിൽ മത്സരിക്കാൻ ആരംഭിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് വിജയങ്ങൾ കിട്ടുന്ന മത്സരങ്ങൾ കൂടി നടക്കുന്നുണ്ട്. നമുക്ക് ഒരു നൊസ്റ്റാളജിയ തന്നെയാണ് റെയ് മിസ്റ്റീരിയോയുടെ മത്സരങ്ങൾ കാണുമ്പോൾ. അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രായത്തിലും അദ്ദേഹത്തെ തളരാത്ത ഒരു പോരാളിയെ പോലെ തന്നെയാണ് എല്ലാവരും വിലയിരുത്തുന്നത്. റെയ് മിസ്റ്റീരിയോയ്ക്ക് പഴയ ഒരു വീര്യത്തോടു കൂടി ഇപ്പോഴും ആ പോരാട്ടം കാഴ്ചവെക്കുന്നത് കാണുമ്പോൾ പഴയ തലമുറയിലെ കുറച്ച് റെസ്ലേഴ്സെങ്കിലും ബാക്കിയുണ്ട് എന്നുള്ളൊരു ഫീലും കൂടി നൽകുന്നുണ്ട്. ഏറ്റവും അവസാനമായി പങ്കുവെക്കുന്നത് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ റോമൻ റെയിൻസിനെ സംബന്ധിച്ചാണ്. റോമൻ റെയിൻസിനെ തീർക്കാൻ വേണ്ടിയിട്ട് പുതിയ ചലഞ്ചേഴ്സ് ഓരോ റോ എപ്പിസോഡ് കഴിയുന്തോറും ഇപ്പോൾ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ ചലഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ റോമൻ റെയിൻസ് ഇതുവരെ നേരിടാത്ത ചലഞ്ചേഴ്സ് അല്ല. പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷനിൽ റോമൻ റെയിൻസിന് എതിരെ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറച്ച് റെസ്ലേഴ്സൊക്കെയാണ് റോമൻ റെയിൻസിനെതിരെ വന്നുകൊണ്ടിരിക്കുന്നത്. ജേക്കബ് ഫാറ്റിനെതിരെയുള്ള മത്സരം ബാക്ക്ലാഷിലേക്ക് കൺഫേം ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ LA നൈറ്റ് ഊസോസിനോട് പറയുന്നുണ്ട്, പഴയ പോലെ ബ്ലഡ് ലൈനെ റീയൂണിയൻ ചെയ്യിപ്പിച്ച് ബ്ലഡ് ലൈൻ പവറിലേക്ക് വരികയാണെങ്കിൽ ഞാൻ അതിനെതിരെ നിൽക്കുമെന്നുള്ളത്, അല്ലാതെ ഊസോസിനെതിരെ അല്ല താൻ എന്നുള്ളതും പറയുന്നുണ്ട്. അപ്പോൾ ഊസോസ് റോമൻ റെയിൻസുമായിട്ട് അടുക്കുന്നതിനോട് LA നൈറ്റിന് യാതൊരുവിധ താല്പര്യമില്ല എന്നും അതിനുവേണ്ടി താൻ എന്തും ചെയ്യുമെന്നുള്ള ഒരു രീതിയിലേക്ക് LA നൈറ്റിൻ്റെ ഒരു ഭാഗം നമുക്ക് ഒരു ബാക്ക് സ്റ്റേജ് മീറ്റിംഗ് സെഗ്മെൻറ്റിൽ കാണാൻ സാധിച്ചു. ഇതുകൂടാതെ ഇന്നത്തെ റോ എപ്പിസോഡിലെ ആദ്യത്തെ സെഗ്മെൻറ്റ് എന്ന് പറയുമ്പോൾ റിംഗ് സെഗ്മെൻ്റ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിൽ സെത്രോൺസ് അദ്ദേഹത്തിൻ്റെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഇപ്പോൾ എന്തുകൊണ്ട് റോമൻ റെയിൻസിൻ്റെ കയ്യിലേക്ക് എത്തി എന്നുള്ളതിനെ സംബന്ധിച്ച് ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. റോമൻ റെയിൻസിനെതിരെയുള്ള ഒരു വെല്ലുവിളിയൊന്നുമല്ല, പക്ഷേ റോമൻ റെയിൻസിനെതിരെ അവിടെ മെൻഷൻ ചെയ്ത് പോകാൻ സെത്ത് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റോറി ലൈനിൽ ആ പ്രൊമോയിൽ സെത്ത് ആ ഒരു വാചകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോമൻ റെയിൻസിൻ്റെ കൈവശമുള്ള വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പിന് സെത്തും കൂടി വരാൻ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട് എന്നുള്ളൊരു അർത്ഥം കൂടിയുണ്ട്. അപ്പോൾ ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് സെത്ത് വേഴ്സസ് റോമൻ തമ്മിലുള്ള സ്റ്റോറി ലൈനിൻ്റെ ഒരു തുടക്കം അവർ കൃത്യമായിട്ട് റോ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ട്. ബ്രോൺ ബ്രേക്കർ മൂലമാണ് തൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു ചാമ്പ്യൻഷിപ്പ് നഷ്ടപ്പെട്ടതും പിന്നീട് ഇപ്പോൾ അത് റോമൻ റെയിൻസിൻ്റെ കയ്യിലേക്ക് എത്താനുള്ള കാരണവും അത് ബ്രോൺ ബ്രേക്കർ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ റോമൻ റെയിൻസിൻ്റെ കയ്യിലുള്ള ചാമ്പ്യൻഷിപ്പ് താൻ തോൽക്കാതെ തൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട ചാമ്പ്യൻഷിപ്പാണ്, അത് താൻ വീണ്ടെടുക്കുമെന്നുള്ളൊരു രീതിയിലാണ് സെത്തും സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ പുതിയ എതിരാളികളൊക്കെ റോമൻ റെയിൻസിൻ്റെ കയറി വരുന്നു. റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റ് സീന് സംഭവബഹുലമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ റോ എപ്പിസോഡിനെ സംബന്ധിച്ച് പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ
ബൈ.